الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അല്ലാഹു നൽകിയിട്ടുള്ള മുഴുവൻ അവസരങ്ങളെയും സന്ദർഭങ്ങളെയും കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതിനായി പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെ ഒരുപാട് ചെയ്യണം. ജീവിതത്തിൽ ഇന്ന് വരെ ഓർത്തുവെക്കാൻ കഴിയാത്ത പല റമളാനുകളും കഴിഞ്ഞു പോയെങ്കിൽ ജീവിതത്തിൽ എന്നും എനിക്ക് ഓർത്തുവെക്കാൻ കഴിയുന്ന ഒരു റമളാനാക്കി മാറ്റണം എന്ന പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ നിങ്ങളുമൊക്കെ റമളാനിനെ വരവേറ്റിരുന്നത്. പക്ഷേ പലർക്കും പല കാരണങ്ങൾ വിചാരിച്ചതുപോലെ പരിശുദ്ധമായ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ്. നമ്മുടെ സ്വന്തത്തോട് നാം ചോദിക്കുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആവേശവും ആ ഒരു ആത്മാർത്ഥതയും ഒന്നും അവസാന നിമിഷങ്ങളിൽ പലർക്കും ഉണ്ടായിരുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമായ റമളാൻ കൊണ്ട് നാം ഏറ്റവും മഹനീയമായി ലക്ഷ്യം വെച്ചിരുന്നത് സ്വർഗപ്രവേശനമാണ്, നരകമോചനമാണ്. റഹ്മാനായ റബ്ബിനെ നാളെ കണ്ടുമുട്ടുന്ന സമയത്ത് ബിഖൽബിൻ സലീം, സലീമായ നല്ല ഹൃദയത്തോടെ പവിത്രമായ മനസ്സുമായി, കുറ്റമറ്റ മനസ്സുമായി റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടണം. അങ്ങനെ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് ജനങ്ങളെ വേർതിരിക്കപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ അനുയായിയായി എനിക്ക് മാറണം, നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അതിന് പരിശുദ്ധമായ റമളാനിന്റെ ഓരോ മിനിറ്റുകളെയും ഉപയോഗപ്പെടുത്തണം എന്നായിരുന്നു നമ്മളൊക്കെ ആശിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിൽ നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഖിയാമുൽ ലൈലും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്യേണ്ട സമയവുമാണ്. കാരണം നാം ചെയ്ത പ്രവർത്തനം കൊണ്ട് മാത്രം നമുക്കൊന്നും സ്വർഗത്തിലെത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സഹാബത്തെ, നിങ്ങളുടെ കർമ്മം കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം, നിങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആരോടാ പറയുന്നത്? എല്ലാം ദീനിനു വേണ്ടി സഹിക്കാൻ തയ്യാറായ സഹാബത്തിനോട്. മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം.
സ്വന്തം ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ദീനിനു വേണ്ടി എല്ലാം ദീനിനു വേണ്ടി കൊടുക്കാൻ തയ്യാറായ മഹാന്മാരാകുന്ന സ്വഹാബത്തിനോട് അള്ളാന്റെ റസൂൽ പറയാ, നിങ്ങളുടെ കർമ്മം കൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലട്ടോ, നിങ്ങൾക്ക് സ്വർഗ്ഗത്തെത്താൻ കഴിയില്ല, നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുകയാ, വലാ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് കഴിയുമോ? അങ്ങയുടെ കർമ്മം കൊണ്ട് മാത്രം അങ്ങേക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയോ? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടിയുണ്ട്, ഇല്ല ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മ, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യമില്ലാതെ, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലെങ്കിൽ എന്റെ കർമ്മം കൊണ്ട് മാത്രം എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞത്, ഞാൻ ചെയ്ത എന്റെ കർമ്മം കൊണ്ട് മാത്രം എനിക്ക് സ്വർഗ്ഗത്തിലെത്താൻ കഴിയൂല എന്ന സ്വഹാബത്തിനോടും പറഞ്ഞത് അങ്ങനെ തന്നെയാ. എങ്കിൽ അവസാന കാലഘട്ടത്തിലെ ചണ്ട് ചവറുകളായ നമ്മുടെ നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് മാത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയില്ല എന്ന ഒരു ധാരണ നമുക്കുണ്ടാകണം. ഈ പരിശുദ്ധമായ റമദാൻ വിട പറഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട തേട്ടം, അല്ലാഹുവേ ഞങ്ങൾ നോമ്പ് നോക്കിയിട്ടുണ്ട്, അല്ലാഹുവേ ഞങ്ങൾ അർദ്ധരാത്രിയിൽ പല രാത്രികളിൽ ഞങ്ങൾ ഉറക്കൊഴിച്ചവരാണ്, കഴിവിന്റെ പരമാവധി ആരോഗ്യത്തിനനുസരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, അല്ലാഹുവേ തഖബ്ബലല്ലാഹ്, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ തേട്ടങ്ങളുടെ പ്രാർത്ഥനകളുടെ നിമിഷങ്ങളായി ഇനിയുള്ള ദിവസങ്ങളെ മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഒരു ആയത്ത്, അല്ലദീന ആതൈനാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകിയ മഹാരഥന്മാരാകുന്ന സഹാബത്ത്, യുഅ്തൂന മാ ആതൗ വ ഖുലൂബുഹും വജില, എല്ലാം അവർക്ക് അല്ലാഹു തആല നൽകിയതൊക്കെ അവർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുത്തു, എന്നിട്ടും അവരുടെ ഹൃദയങ്ങൾ തേങ്ങുകയായിരുന്നു. അള്ളാഹുവിന്റെ മതത്തിന് വേണ്ടി എല്ലാം സംഭാവന ചെയ്യുന്ന സഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്ത വിങ്ങലായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊടുത്ത, എല്ലാ ദീനിനു വേണ്ടി കൊടുക്കാൻ തയ്യാറായ സഹാബത്ത് എന്തിനാ അവരുടെ ഹൃദയം പിടച്ചത്? എന്തിനാണ് അവരെ തേങ്ങിക്കരഞ്ഞത്? അർദ്ധരാത്രിയിൽ പോലും എഴുന്നേറ്റ് നിന്ന് റഹ്മാനായ റബ്ബിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി അവരെന്തിനാണ് പൊട്ടിക്കരയുന്നതെന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, എന്തിനാ അവർ കരയുന്നത്? അവർ കള്ളു കുടിച്ചത് കൊണ്ടാണോ? അവർ വ്യഭിചാരികളായതിന്റെ പേരിലാണോ കരയുന്നത്? ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്ത് ആയിഷ ഉമ്മക്ക് കൊടുത്ത മറുപടി, അല്ല ആയിഷ, അവർ കരയാനുള്ള, അവരുടെ ഹൃദയം തേങ്ങാനുള്ള കാരണം അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കാതെ പോകുമോ എന്ന വേദനയായിരുന്നു എന്നതാണ്. സ്വഹാബത്തിന് പോലും ആ ബേജാറുണ്ടായിരുന്നു, അല്ലാഹു സ്വീകരിക്കാതെ പോകുമോ, നമ്മൾ ചെയ്തിരിക്കുന്ന നോമ്പ് കാത്തിരുന്നു, സ്വീകരിച്ചോ എന്ന് ഒരു ഉറപ്പും നമുക്കില്ല. മരണം വരെ കാത്തിരിക്കണം, നാളെ പരലോകം വരെ കാത്തിരിക്കണം. എങ്കിൽ നമുക്കൊന്ന് ചെയ്യാം, അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശക്തമായ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അശക്തമായ ചൂടാണ്. റമദാനിൽ നോമ്പ് നോറ്റു ആ തറാവീഹ് നമസ്കാരം നിർവഹിക്കുമ്പോഴൊന്നും ചൂടിന്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ നോമ്പ് കഴിഞ്ഞപ്പോ വല്ലാത്ത സഹിക്കാൻ കഴിയാത്ത ചൂട്, നോമ്പിലൊക്കെ വല്ലാത്ത ചൂടായിരുന്നു എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, മഴയുടെ കുറവ് നമ്മയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴ, ആ മഴ കൊണ്ട് ഞങ്ങൾക്ക് ഒരു നിലക്കും ബുദ്ധിമുട്ടില്ലാത്ത മഴയെ നീ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നൽകണം റഹ്മാനെ. മഴയില്ലാതെ ഞങ്ങളെ നീ ബുദ്ധിമുട്ടിക്കരുത് എന്ന് റഹ്മാനായ റബ്ബിനോട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ ഞാൻ സൂചിപ്പിച്ചത്, ആ പ്രാർത്ഥനയോടൊപ്പം വെള്ളത്തിന്റെ ദുരുപയോഗം ശക്തമായി ശ്രദ്ധിക്കേണ്ട കാലമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക, എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, എന്റെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പിന്നെ ഞാൻ എന്തിന് പിശുക്കണം വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നാണ്. പക്ഷേ വിശ്വാസികൾക്ക് അത് പാടില്ല. ഇഷ്ടം പോലെ എന്റെ വീട്ടിൽ, എന്റെ തൊടുവിൽ നമുക്ക് ഇഷ്ടം പോലെ സുലഭമായി വെള്ളം കിട്ടുന്നതെങ്കിൽ പോലും അത് ഉപയോഗിക്കാവുന്നതിന് കൃത്യമായ പരിധി പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ ഒരു പുഴയിൽ വെച്ചുകൊണ്ടാണ് വുളൂ ചെയ്യുന്നതെങ്കിൽ പോലും നീ അവിടെ കൃത്യമായ ദൂരത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകരുത്. 3 പ്രാവശ്യം കൈകാലുകൾ കഴുകാൻ വുളൂഇൽ ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളൂ. 3 പ്രാവശ്യം കാല് കഴുകേണ്ടതിന് പകരം അത് 4ആക്കുന്നത് ദൂർത്താണെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിന്റെ ദുരുപയോഗം അത് സ്വന്തം വീട്ടിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും പൊതുസ്ഥലങ്ങളിലാണെങ്കിലും എത്ര വെറുതെ കിട്ടുകയാണെങ്കിലും വെള്ളം അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്നത് വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടുകൂടെ പലപ്പോഴും ചൂടിങ്ങനെ കൂടുമ്പോ, വെള്ളമില്ലാതെ വരുമ്പോ ശാപവാചകങ്ങൾ നമ്മുടെ നാവിൻ തുഞ്ചിലൂടെ വരാറുണ്ട്. എന്തൊരു മഴയാ
എന്തൊരു വെയിലാണ്, എന്തേ മഴ പെയ്യാത്തത്? ഇങ്ങനത്തെ ചൂട് കൂടുന്ന സമയത്ത് ശാപവാക്കുകൾ ഉണ്ടാകാൻ പാടില്ല. നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അനാവശ്യമായി ശാപവാചകങ്ങൾ ഉരുവിട്ടാൽ ആ ശാപവാചകം നമ്മുടെ നേരെ, നമ്മിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമ്പത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ചൂട് കൂടുന്ന സമയത്ത് ശാപവാക്കുകൾ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അതോടുകൂടി ഇത്തരം ചൂടുകാലങ്ങളും മഴയില്ലാത്ത അവസ്ഥകളുമൊക്കെ വിശ്വാസികളാകുന്ന നമുക്ക് ഒരു വല്ലാത്ത ഒരുപാട് പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, എന്തിനാണ് നമ്മൾ പട്ടിണി കിടന്നത്? കയ്യെത്താവുന്ന ദൂരത്ത് വെള്ളമുണ്ടായിരുന്നു, ശക്തമായ ദാഹം ഉണ്ടായിരുന്നു, തൊണ്ട വരേണ്ട എത്രയോ സന്ദർഭങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന റമദാനിൽ ഉണ്ടായപ്പോഴും കയ്യെത്താവുന്ന ദൂരത്ത് വെള്ളമുണ്ടായിട്ട് ഞാൻ നിങ്ങളും കുടിച്ചിട്ടില്ല. എന്തേ കുടിക്കാതിരുന്നത്? വിശന്നിട്ടും എന്തേ ഞാൻ നിങ്ങളും ഭക്ഷണം കഴിക്കാതിരുന്നത്? നമുക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഒരു മഹനീയമായ ലക്ഷ്യമുണ്ടായിരുന്നു. അത് സ്വർഗമാണ്. നരകത്തിന്റെ ഭയാനകരമായ ചൂട് അത് സഹിക്കാൻ എനിക്ക് കഴിയില്ല, അത് താങ്ങാനുള്ള കരുത്തിരിക്കില്ല. അതുകൊണ്ട് നരകത്തിന്റെ ഭീകരമായ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പ് നോൽക്കാൻ, വെള്ളം കുടിക്കാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും പ്രേരണ നൽകിയതെങ്കിൽ ഈ ചൂട് നമുക്ക് വല്ലാത്ത പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ആ സന്ദേശം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം കാണാം, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നമ. ചൂട് ശക്തമാകുമ്പോ, വെയിലത്തിറങ്ങി 5 മിനിറ്റ് നിൽക്കുമ്പോ, യാത്ര ചെയ്യുന്ന സമയത്ത് വിയർത്തൊലിക്കുകയാണ് നമ്മൾ. ഈ പള്ളിയിൽ ഒരു 5 മിനിറ്റ് സമയം ഫാനില്ലാതെ നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഈ ശക്തമായിരിക്കുന്ന ചൂട് നമുക്ക് തിരിച്ചറിവാകണം. അതെ, നമ്മൾ ഈദിലാണ്. ഇന്നലെ ഈദ് ആഘോഷിച്ചു, മിഞ്ഞാന്നുമായി നമ്മൾ ഈദ് ആഘോഷിച്ചു. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കമെന്നാണ് അറബിയിൽ ആ പദത്തിന്റെ അർത്ഥം. നമ്മൾ മടങ്ങുകയായിരുന്നു. എവിടേക്ക്? റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങുകയായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് നമ്മൾ മടങ്ങുകയായിരുന്നു. ആ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ പണിയെടുക്കുകയായിരുന്നു. ശക്തമായിരിക്കുന്ന വെയിലിന്റെ ചൂട് അത് നരകത്തീയുടെ ജ്വാലയിൽപ്പെട്ടതാണ്. നരകത്തീയുടെ ഒരു ജ്വാലയാണ് ശക്തമായ ചൂട് എന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാചകമുണ്ട്. സൂര്യന്റെ ചൂടേൽക്കുമ്പോ, വിയർത്തൊലിക്കുമ്പോ എല്ലാ വിശ്വാസികൾക്ക് പാഠമാണ്. ലോകത്ത് കാണുന്ന മുഴുവനും നമുക്ക് പാഠങ്ങളാ. സ്വന്തം ശരീരത്തിൽ നമുക്ക് പാഠങ്ങളുണ്ട്, മരങ്ങളിൽ നമുക്ക് പാഠങ്ങളുണ്ട്, പറവകളിൽ നമുക്ക് പാഠങ്ങളുണ്ട്. ലോകത്ത് കാണുന്ന എല്ലാം വിശ്വാസികൾക്ക് പാഠങ്ങളാണ്. വിശ്വാസികൾക്ക് അവർക്ക് സന്ദേശങ്ങളുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാ. സൂര്യനിലും ചന്ദ്രനിലും വെയിലിലും തണുപ്പിലുമെല്ലാം നമുക്ക് പാഠമുണ്ട്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം, നീ സൂര്യന്റെ ചൂടേൽക്കുമ്പോ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർക്കേണ്ടത്. ഇവിടെ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോ വിയർത്തൊലിക്കുകയാ, താങ്ങാൻ കഴിയുന്നില്ല. കരണ്ടൊന്നു പോയാൽ നമ്മളെയൊക്കെ സമനില തെറ്റുകയാ. അതേ ചൂടുണ്ടാകുമ്പോ നാം ആലോചിക്കേണ്ടത് നരകത്തിന്റെ ശക്തമായ ചൂടിനെ കുറിച്ചാണ്. അതെ, ആ നരകത്തിന് അർഹനാകുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ ഉൾപ്പെട്ടു പോയാൽ, അതിൽ നിന്ന് ഞാൻ വിട്ടു നിന്നിട്ടില്ലെങ്കിൽ നാളെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത, ഒരു ഫാനില്ലാത്ത, ഒരു മറ്റൊരാളുടെ കൈകൊണ്ട് പോലും ഒരു തണല് വിരിച്ചു തരാൻ മനസ്സ് കാണിക്കാത്ത ആ നരകത്തിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയാനകരമായിരിക്കുന്ന ചൂടാണല്ലോ ഉണ്ടാകുക എന്ന് ചിന്തിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം. ഓരോ വെയിലിന്റെ ചൂടുകളും ഓരോ വിയർപ്പുകൾ പൊടിയുമ്പോഴുമെന്നാണ് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞത്, ചൂട് 3 തരത്തിലുള്ള ചൂടുകളെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ 3 ചൂടും അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. ഒന്നാമത്തത്, ഖബറിൽ മനുഷ്യന് വിചാരണ നടക്കുന്ന രംഗത്തെ വിശദീകരിക്കുന്ന സുദീർഘമായ ഹദീസുകളുണ്ട്. ആ ഹദീസുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടുകുടുംബങ്ങൾ നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ച് അതിന്റെ മുകളിൽ മൂടുകല്ല് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തിരിഞ്ഞു പോലും ആരുണ്ടാവില്ല. നമ്മളും നമ്മുടെ കർമ്മങ്ങളും മാത്രം ആ 6 അടി ആഴമുള്ള ഖബറിൽ കിടക്കുന്ന സമയത്ത് 2 മലക്കുകൾ വരും. കേട്ടവരല്ലേ നമ്മൾ? 2 മലക്കുകൾ വന്ന് ആ 2 മലക്കുകൾ നമ്മുടെ അരികെ ഇരിക്കും. എന്നിട്ട് ചോദിക്കും, അൻറബുക, ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ പ്രവാചകൻ? ഏതാണ് നിന്റെ കഅബ? ഏതാണ് നിന്റെ ഖുർആൻ? ഏതാണ് നിന്റെ ഇമാമ്? ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വിശ്വാസികളാകുന്ന ആളുകൾ അള്ളാഹുവിനെ അംഗീകരിച്ച് പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോറ്റ് ആ റമദാനിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഹിദായത്ത് നിലനിർത്തുവാൻ പ്രയത്നിച്ചുകൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അവർക്ക് മറുപടി പറയാൻ കഴിയും, എന്റെ റബ്ബ് അല്ലാഹുവാൻ, എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എന്റെ ഇമാമ് ഖുർആനാണ്, എന്റെ ഖിബല കഅബയാണ്. മറുപടി പറയും. ആ ഹദീസിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അതേ അവിശ്വാസികളാകുന്ന ആളുകൾ, അല്ലാഹുവിനെ മറന്ന് ജീവിച്ച ആളുകൾ
ആളുകൾ റമദാനിൽ വല്ലാത്ത ആവേശമായിരുന്നു. ജമാഅത്തിന് കൃത്യമായി വന്നു. സുബ്ഹി നമസ്കാരത്തിന്റെ എത്രയോ മുമ്പ് 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റു. പക്ഷേ റമദാൻ കഴിഞ്ഞപ്പോ അലാറം ഓഫ് ചെയ്തു. പിന്നെ നേരത്തെ എഴുന്നേൽക്കയില്ല, പിന്നെ സുബ്ഹി ഇല്ല. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിലോ ജമാഅത്തിന്റെ കാര്യത്തിലോ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിലോ ശ്രദ്ധിക്കാതെ വെറും റമദാൻ സ്പെഷ്യലിസ്റ്റുകളായി മാറിയ ആ ആളുകളെ കുറിച്ച് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞത്, റമദാനിൽ മാത്രം അള്ളാഹനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ബിഹ്സലിൽ ഖൗം, അവരാണ് സമൂഹത്തിൽ ഏറ്റവും വൃത്തികെട്ടവർ എന്നതാണ്. അവരാണ് ഏറ്റവും ദുഷിച്ചവർ. അതെ, റമദാനിൽ മാത്രം അള്ളാഹുവിനെ ഓർത്തു, എന്നാൽ അത് കഴിഞ്ഞപ്പോ അള്ളാഹനെ മറന്നു. പിന്നെ താനോദികളായി, പിന്നെ ഖുർആനില്ല, പഠനങ്ങളില്ല, ചിന്തയില്ല, അള്ളാഹ് എന്ന ബോധമില്ല. അങ്ങനെ അവർ മരണപ്പെട്ടു. ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ നാവനങ്ങുന്നില്ല. അവൻ പഠിച്ചിരുന്നു, അവൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മലക്കുകളുടെ ചോദ്യത്തിന് എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാൻ നാവ് ഇടറുകയാ, നാവ് പിടറുകയാ, പറയാൻ ഉത്തരം കഴിയുന്നില്ല. മറുപടി പറയുന്നതില്ല, അതിരി അറിഞ്ഞൂടെ എനിക്ക് ആരാണെന്ന് പറയാൻ കഴിയുന്നില്ല. ആ സമയത്ത് മലക്കുകളുടെ മറുപടിയുണ്ട്, പണ്ട് പ്രവാചകന്മാർ വന്നിരുന്നു. ആ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ കൃത്യമായി നിനക്ക് എത്തിയിരുന്നു. പക്ഷേ നീ എന്ന് മനസ്സിലാക്കിയില്ല, നീ എന്ന് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നീ ജീവിച്ചില്ല. അതുകൊണ്ട് ആ മലക്കുകൾ പറയുമെന്ന് ആകാശലോകത്ത് നിന്ന് ഒരു വിളിയാളും വരികയാണ്, ഒരു വിളിയൊച്ച വരികയാണ്. തീ കൊണ്ട് അവനെ പുതപ്പിക്കൂ, നരകത്തീയാലുള്ള അഗ്നിയാലുള്ള വസ്ത്രം അവന് ധരിപ്പിച്ചു കൊടുക്കൂ. നരകത്തിലേക്കുള്ള കവാടങ്ങൾ അവന് വേണ്ടി തുറന്നു കൊടുക്കൂ എന്ന് ആ ആകാശലോകത്ത് നിന്ന് വിളിയൊച്ച കേൾക്കുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശക്തമായ ചൂടുണ്ടാകുമെന്ന് പറഞ്ഞത് ഒരു ചൂട് ആ ഖബറിലാണ്. അവിടെ എല്ലാ തരത്തിലും അള്ളാഹുവിനെ അനുസരിക്കാതെയാണ് ജീവിച്ചതെങ്കിൽ അവിടെയുള്ള വസ്ത്രങ്ങൾ ചൂടാണ്, അവിടുത്തെ മണ്ണിന് ചൂടായിരിക്കും, അവന് ധരിപ്പിക്കപ്പെടുന്നത് ചൂടാണ്. അവന് വിരിച്ചു കൊടുക്കുന്ന വസ്ത്രം തീയിനാലുള്ള അഗ്നിയിനാലുള്ള വസ്ത്രങ്ങളാണ് അവിടെ വിരിച്ചു കൊടുക്കുക. നരകത്തിലേക്കുള്ള ആ അഗ്നിയിലേക്കുള്ള ഒരു കവാടം തന്നെയും ആ ഖബറിൽ നിന്ന് അവന് തുറന്നു കൊടുക്കുമെന്ന് കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സൂമൂ യൗമൻ ശദീദൻ ഹർറുഹു ലിഹർരി യൗമൻ നുശൂർ വസല്ലൂ റകഅതൈനി ഫീ ദുൽമത്തിൽ ലൈലി ലിദുൽമത്തിൽ ഖുബൂർ. ഒരു ദിവസമെങ്കിലും നോമ്പ് നോക്ക്. ശക്തമായ ചൂടിന്റെ സമയത്ത് സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ, നോമ്പിനെ വർദ്ധിപ്പിക്കാൻ കഴിയണം. എന്നാൽ പരലോകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാം. 2 റകഅത്തെങ്കിലും നമസ്കാരം നിർവഹിക്കുക അർദ്ധരാത്രിയിൽ. എങ്കിൽ നാളെ ഖബറാകുന്ന ആ ഇരുട്ടറയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ചൂടാകുന്ന ഖബറിൽ നിന്ന് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കലാണ്. റമദാനിൽ 1 ജുസും 2 ജുസും 3 ജുസുമൊക്കെ ഞാൻ നിങ്ങളും ഓരോ ദിവസവും പാരായണം ചെയ്തിരുന്നു. ഭാഗ്യശാലികളാകുന്ന ആളുകൾക്ക് ഒന്നും അതിലേറെയും ഒക്കെ ഖത്മ് ചെയ്യാൻ തീർക്കാൻ കഴിഞ്ഞു. നിർഭാഗ്യവാന്മാരാകുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ തുടക്കത്തിൽ, റമദാനിന്റെ തുടക്കത്തിൽ കുറച്ച് ഓതി എന്നല്ലാതെ പിന്നെ അവർ ഖുർആൻ കയ്യിലെടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ ഖുർആനിനെ ഏത് സമയത്തും കയ്യിലെടുക്കുന്ന ആ ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ വേദനിക്കുമ്പോഴും നാളെ ഖബറിൽ ആ ഖബറിന്റെ ഭയാനകരമായ ശിക്ഷയിൽ നിന്ന് അവനെ തട്ടിമാറ്റാൻ, അവനെ തടുക്കാൻ തിലാവത്തുൽ ഖുർആൻ, നമ്മൾ ഓതിയ ഖുർആൻ പാരായണം നരകത്തിന്റെ ഭയാനകരമായ ചൂടിൽ നിന്ന് നമ്മെ കാക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം ഖുർആൻ പാരായണമാണ്. രണ്ടാമത്തേത് സ്വതക്ക നൽകലാണ്. ഇന്ന സ്വതക്കത ലതകുഫി അലാ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. ഖബറിന്റെ ചൂടിൽ നിന്ന് സ്വതക്ക ചെയ്ത ആളുകൾക്ക്, ദാനധർമ്മം ചെയ്ത ആളുകൾക്ക് ആ ദാനധർമ്മം ചൂടിൽ നിന്ന് കവചമായി മാറുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചൂട് ഖബറിലെ ചൂടാണ്. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ചൂട് മഹ്ശറിലെ ചൂടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വിചാരണ കാത്തു നിൽക്കുന്ന മഹ്ശറ, ആ മഹ്ശറ മുറ്റത്ത് ആ പരലോകത്ത് സുവർണ്ണ കാഹളത്തിലുള്ള ഊത്തുണ്ടായി റഹ്മാനായ റബ്ബിങ്കലേക്ക് നമ്മളൊക്കെ ധൃതിപ്പെട്ടു പോയി. പക്ഷേ വിചാരണയ്ക്ക് വേണ്ടി ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വർഷങ്ങളോളം, 1 വർഷത്തിന് 50,000 വർഷത്തിന്റെ വഴിദൂരമുള്ള ആ മഹ്ശറ മുറ്റത്ത് വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാ. സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, ആ ഒരു വിധി തീർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ആ മഹ്ശറ മുറ്റത്തിലെ ചൂടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ ചൂട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, തലക്ക് മീതെ മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യൻ, കിലോമീറ്ററുകൾ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സൂര്യന്റെ ചൂട് പ്രിയപ്പെട്ടവരെ താങ്ങാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ലെങ്കിൽ നാളെ നമ്മുടെ തലക്ക് മീതെ ആ സൂര്യനെ റഹ്മാനായ റബ്ബ് ഓദിക്കപ്പെട്ടാലുള്ള അവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ തെറ്റുകുറ്റങ്ങൾക്ക് അനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ദിവസം, വളരെ ശക്തമായ ചൂടുള്ള വിയർപ്പിനാൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ചില ആളുകളുടെ ശരിയാടി വരെ ആ വിയർപ്പ് കണങ്ങൾ ചുട്ടുതിളക്കുന്ന ശക്തമായ ചൂടുള്ള ആ വിയർപ്പ് ചില ആളുകളുടെ
എരിയാണി വരെയുണ്ട്. അതിലാണ് അവർ നിൽക്കുന്നത്. ചില ആളുകൾ അറുപതൈനി കാലുമുട്ട് വരെ വിയർപ്പിലാണ്, ചില ആളുകൾ അരവരെ വിയർപ്പിലാണ്, ചില ആളുകളുടെ കഴുത്ത് വരെയും വിയർപ്പിലാണ്. ആ ശക്തമായ തിളച്ചു മറിയുന്ന ആ വിയർപ്പിൽ മുങ്ങി പൊളിച്ചുകൊണ്ട് നിൽക്കുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു തണല് കെട്ടുകയില്ല. ആ തണല് കെട്ടുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളുണ്ട്. അവർക്ക് മാത്രമേ ആ സൂര്യന്റെ ആ ശക്തമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഹദീസ് വിശദീകരിക്കുന്നില്ല. 7 വിഭാഗം ആളുകളെ അള്ളാഹുവിന്റെ തണലില്ലാതെ വേറെ ഒരാളുടെയും തണലില്ല. സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയുണ്ട് തൊട്ടരികെ, പ്രിയപ്പെട്ട മക്കളുണ്ട്. ആ പ്രിയപ്പെട്ട ഭാര്യയോ മക്കളോ അവരുടെ കൈയൊന്ന് പൊക്കിയിട്ട് ആ ചൂടിൽ നിന്ന് ഒരു ശാന്തി തരാൻ അവരിഷ്ടപ്പെടില്ല. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ലോകമാ, ഒരാളും നമ്മെ ഒരു മൈൻഡും ചെയ്യാത്ത ദിവസമാണ്. പ്രിയപ്പെട്ട ബാപ്പയോ ഉമ്മയോ ഒരാളും തിരിഞ്ഞു നോക്കില്ല. നഫ്സി നഫ്സി നഫ്സിയ, സ്വന്തത്തെ കുറിച്ചുള്ള വേദനയല്ലാതെ, ചിന്തയല്ലാതെ, ആദിയല്ലാതെ ആ പരലോകത്ത് മാഷറാമുറ്റത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടാവില്ല. എങ്കിൽ അവിടെ ആ വിയർപ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന 7 വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഒന്നാമത്തേത് അള്ളാഹു നൽകിയിട്ടുള്ള യുവത്വം. ആ യുവത്വത്തിന്റെ പ്രസരിപ്പ് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ച യുവാക്കളാണ്, യുവതികളാണ്. രണ്ടാമത്തേത് പള്ളിയുമായി ഏത് സമയത്തും ഹൃദയം ബന്ധപ്പെടുത്തുന്ന, പള്ളിയോടുള്ള വല്ലാത്ത സ്നേഹമുള്ള ആളുകളാണ്. മറ്റൊന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ വേർപിരിയുകയും ചെയ്ത കൂട്ടുകാരാണ്, കൂട്ടുകാരിയാണ്. അതേ പ്രകാരം നല്ല സുന്ദരിയായ ഒരു പെണ്ണ് എല്ലാവിധ അവസരങ്ങളും ഒത്തിണങ്ങി വന്ന് ഹറാമിലേക്ക് ക്ഷണിച്ചപ്പോ, ഹറാമിലേക്ക് വിളിച്ചപ്പോ ആരും കാണില്ലായിരുന്നു, ഒരാളും അറിയില്ലായിരുന്നു. പക്ഷേ ഇനി ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു, നാളത്തെ പരലോകത്ത് നിൽക്കേണ്ടുന്ന ആ ഭയാനകരമായ മുറ്റത്തെ പേടിക്കുന്നു പെണ്ണ് എന്ന് പറഞ്ഞ് ആ ഹറാമിൽ നിന്ന് വിട്ടുനിന്ന ചെറുപ്പക്കാരാണ്. അതേ പ്രകാരം റസൂലുള്ള പറഞ്ഞത് അഞ്ചാമത്തേത് ആർക്കെങ്കിലും വല്ല ദാനവും കൊടുക്കുമ്പോ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധം ദാനധർമ്മം ചെയ്തവരാണ്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച്, ഖബറിനെ കുറിച്ച് ചിന്തിച്ച്, നാളെ പരലോകത്ത് നിൽക്കുന്ന ആ ഭയാനകരമായ ദിവസത്തെ കുറിച്ച് ആലോചിച്ച് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹ് എന്നാലോചിച്ച് നീ കരഞ്ഞിട്ടുണ്ടോ, നീ കരഞ്ഞിട്ടുണ്ടോ എങ്കിൽ ആ കണ്ണുകൾ ഒരിക്കലും നരകം കാണേണ്ടി വരില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഅ്ശറാ മുറ്റത്തുള്ള ചൂടാണ്. ആ ചൂടിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങളാണ് എന്ന തിരിച്ചറിവ് തീർച്ചയായും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. മൂന്നാമത്തെ ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നരകത്തിലെ ചൂടാ. 3 ചൂടുകളുണ്ട്. ഇവിടത്തെ ഓരോ ചൂട് അനുഭവിക്കുമ്പോഴും നമുക്ക് പാഠമാകേണ്ടത് ആ ഖബറിൽ എനിക്ക് ഇതിനേക്കാളും ഭയാനകരമായ ചൂട് വരാനുണ്ട്, നാളെ മഅ്ശറാ മുറ്റത്ത് ഇതിനേക്കാളും ശക്തമായ ചൂട് എനിക്ക് വരാനുണ്ട് എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തൽ, ആ ഒരു പാഠം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. മൂന്നാമത്തെ ചൂട് നരകത്തിന്റെ ചൂടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞൊരു വാചകമുണ്ട്. നബിയെ തങ്ങൾ പറയുക, സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക, നാറു ജഹന്നമ, നാറു ജഹന്നമ, നരകത്തിന്റെ ചൂട് അശദ്ദു ഹറാ, അശദ്ദു ഹറാ, താങ്ങാൻ കഴിയാത്ത ശക്തമാണ് കേട്ടോ ചൂട്. ലൗ കാനൂ യഫ്ഖഹൂൻ, മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചൂട് എത്രമാത്രം യാഥാർത്ഥ്യമാണോ അതിനേക്കാളും വലിയ യാഥാർത്ഥ്യമാണ് പരലോകത്തിലെ ചൂട്, നരകത്തിലെ ചൂട്. ഇവിടെ ചൂട് അനുഭവിക്കുമ്പോ വെയിലിന് ചൂട് ഞാൻ നിങ്ങളും അനുഭവിച്ചത് കൊണ്ട് ഇത് യാഥാർത്ഥ്യമാണ്, ഇതിന് വെയിലിന് ചൂടില്ല എന്ന് നമ്മൾ ആരും പറയില്ല. എന്തുകൊണ്ട്? അത് നമ്മൾ അനുഭവിച്ചവരാ. പക്ഷേ ഖബറിലെ ചൂടിനെ കുറിച്ച് പറയുമ്പോ, മഹ്ശറിലെ ചൂടിനെ കുറിച്ച് പറയുമ്പോ, നരകത്തിലെ ചൂടിനെ കുറിച്ച് പറയുമ്പോ എന്തോ അത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത്, ഇവിടെ നീ അനുഭവിക്കുന്ന ചൂട് അത് സത്യമാണോ എങ്കിൽ അതിനേക്കാളും എത്രയോ 10 മടങ്ങ് യാഥാർത്ഥ്യമാണ് പരലോകത്തിലെ ചൂട്. അശദ്ദു ഹറാ, ശക്തമാണ് ഇവിടുത്തെ ചൂട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചൂടിന് ഇത്ര കാഠിന്യം? അവിടെ കത്തിക്കപ്പെടുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരെയാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. അവിടെ ഗ്യാസുകളല്ല, അവിടെ വിറകുകൾ, അവിടെ മരങ്ങളല്ല അവിടെ വിറകുകളാക്കുന്നത്, മറിച്ച് വഖൂദുഹന്നാസു, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന അല്ലാഹുവിനെ ഭയപ്പെടാതെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാത്ത മനുഷ്യരെയാണ് ആ നരകത്തിന്റെ ഇന്ധനമാക്കുന്നതെന്ന് ഖുർആൻ. പിന്നെ വൽ ഹിജാറ, ശക്തമായ വലിയ പാറക്കല്ലുകളാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുക. അതുകൊണ്ട് ആ നരകത്തിന്റെ ചൂട് ശക്തമാണ് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. അത് നമ്മോട് പറയണമെന്ന് അല്ലാഹു തആല മുഹമ്മദ് റസൂലുള്ളാഹിനെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, ആ നരകത്തിന്റെ ചൂടങ്ങ് അനുഭവിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹു തആല പറയാ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ
നാളെ പരലോകത്ത് വരുമ്പോ സൗഫ നുസ്ലീഹിം നാറാ, സൗഫ നുസ്ലീഹിം നാറാ, നിസ്കരിച്ചില്ല അവർ, നോമ്പ് നോറ്റില്ല, ഇതൊക്കെ കേട്ടിട്ടും അതൊക്കെ ഉണ്ടാകുമോ? അതിനെ സംശയിച്ചോ, അതിനെ ഉൾക്കൊണ്ടില്ല, അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയില്ല, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളെ അവർ ഒരു കൂട്ടിയില്ല. അങ്ങനെയുള്ള അവിശ്വാസികളാകുന്ന ആളുകളെ ആ ശക്തമായ അഗ്നിയിലേക്ക് അവരങ്ങ് പിടിച്ച് വലിച്ചെറിയുക തന്നെ ചെയ്യും. അതിലിട്ട് കൊണ്ടവരെ കരിച്ചു കളയുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറയാ. ആ നരകത്തിലേക്ക് വലിച്ചെറിയും, അവിടെ വെച്ചുകൊണ്ട് നമ്മളെ കരിച്ചു കളയും അല്ലാഹു. എന്നിട്ട് റബ്ബ് പിന്നീട് പറയുന്നത് അതെ, അവരുടെ ശരീരത്തിന്റെ തൊലികൾ അതെല്ലാം അങ്ങ് വെന്തു പോകുമ്പോൾ മറ്റൊരു തൊലിയെ വീണ്ടും അല്ലാഹു പകരമാക്കുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിയും, നമ്മുടെ തൊലി മുഴുവനും അവിടെ നിന്ന് കത്തി കരിഞ്ഞു പോകും, അത് വെന്തുരുകി പോകും. അതോടുകൂടെ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെന്ന് സമാധാനിക്കാമായിരുന്നു. പിന്നീടില്ലല്ലോ, ഇവിടെ ഒന്ന് കത്തി കരിഞ്ഞു പോയാൽ പിന്നെ അതിന്റെ ചെറിയ വിശിഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. പക്ഷേ നരകത്തിൽ നമ്മുടെ ശരീരം കത്തിക്കരിഞ്ഞതിന് ശേഷം അല്ലാഹു പറയാ അവർക്ക് നാം പകരം നൽകും ജുലൂദൻ ഗൈറഹാ, മറ്റൊരു തൊലിയെ വീണ്ടും പുതിയ തൊലി പകരം നൽകും. ആ തൊലിയെ വീണ്ടും അല്ലാഹു കരിച്ചു കളയും, വീണ്ടും അല്ലാഹു പുതിയ പകരം നൽകും, വീണ്ടും അല്ലാഹു അതിനെ കരിച്ചു കളയും, വീണ്ടും പുതിയ തൊലികൾ നൽകും. അങ്ങനെ തൊലികളെ വീണ്ടും ഇങ്ങനെ നൽകുകയാണ്, പുതിയ തൊലികൾ നൽകുകയാ. എന്തിനു വേണ്ടി? അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവരാ നിങ്ങൾ ആസ്വദിക്കേണ്ടവരാ. നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രാവശ്യം മാത്രം കത്തിക്കരിച്ചുകൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചാൽ പോരാ, നിങ്ങളുടെ സൃഷ്ടി നിങ്ങൾ ശരിക്കറിയണം. നിങ്ങൾ ദുനിയാവിൽ നിന്ന് ജീവിക്കാൻ പറഞ്ഞതുപോലെ ജീവിക്കാത്തവരാ. അതുകൊണ്ട് ശിക്ഷ നിങ്ങളെ രുചിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശരീരത്തിന്റെ തൊലികളെ വീണ്ടും പുതിയ തൊലികൾ നൽകുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. മാത്രമല്ല, ആ അവിടെയുള്ള നരകത്തിലെ ഓരോ തീപ്പൊരികൾക്കും കൊട്ടാരങ്ങൾക്ക് സമാനമാണ് അവിടുത്തെ തീപ്പൊരികൾ എന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. നമ്മുടെ തീപ്പൊരി, ഒരു ചെറിയ തീപ്പൊരി കയ്യിൽ വീണാൽ, ഒരു തീപ്പെട്ടി കത്തിക്കുന്ന സമയത്ത്, ഗ്യാസ് കത്തിക്കുന്ന സമയത്ത് കയ്യൊന്ന് ചെറിയ പൊള്ളിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദന എത്രയാ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നിങ്ങളുടെ തീയിനും ചൂടില്ലല്ലോ. നിങ്ങളുടെ ഇവിടുത്തെ തീയുണ്ടല്ലോ, ആ തീയൊന്നും ചൂടുള്ളതല്ല. നിങ്ങളുടെ തീയിന്റെ 70 ഇരട്ടി ചൂടുണ്ട്. നാളെ പരലോകത്തെ തീയിന്, നാളെ നരകത്തിലെ തീയിനെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നരകത്തിലെ ഓരോ തീപ്പൊരികളും അത് കൊട്ടാരങ്ങൾക്ക്, വലിയ ബംഗ്ലാവുകൾക്ക് സമാനമാണ്. ചെറിയ നരകത്തിലെ തീപ്പൊരി എന്നാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാം. നാളെ ഇന്നൽ ഹമീം എന്ന് പറയുന്ന ഒരു ചീഞ്ചലന്റെ നരകത്തിൽ, അത് ശക്തമായ ചൂടുള്ള വെള്ളമാ. നരകവാസികൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അവശരായി നിന്ന് വെള്ളം കിട്ടുമോ എന്നിങ്ങനെ നെട്ടോട്ടോടുമ്പോ അല്ലാഹു ആ നരകവാസികൾക്ക് കൊടുക്കുന്ന വെള്ളമാ ഏത്? ഹമീം എന്ന് പറയുന്ന വെള്ളം. അത് നരകത്തിൽ നിന്ന് ആ നരകവാസികളുടെ ചീഞ്ചലങ്ങളിലൂടെ ഉണ്ടാക്കിയ ആ ശക്തമായ ചൂടുള്ള ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ്. ആ വെള്ളത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇന്നൽ ഹമീമ, ആ ഹമീം എന്ന് പറയുന്ന ആ ചീഞ്ചലവും അതുപോലെ ദുർഗന്ധം വമിക്കുന്ന ആ ചുട്ടുകൊള്ളുന്ന വെള്ളം ആ നരകവാസികളുടെ തലക്ക് മീതെ അങ്ങനെ ഒഴിക്കും. തലക്ക് മീതെ ആ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ വെള്ളം തലയിലേക്ക് ഒഴിക്കുന്നതോടുകൂടെ ആ തലയിലൂടെ അവന്റെ ശരീരത്തിലേക്ക് ഹമീം എന്ന വെള്ളം അങ്ങോട്ട് ഒലിച്ചിറങ്ങുകയാ ഉള്ളിലേക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ വെള്ളം ഉള്ളിലേക്ക് അങ്ങെത്തുമ്പോ ഉള്ളിലുള്ളത് മുഴുവനും മുരുകി ഒലിക്കും. എന്നിട്ട് അങ്ങനെ അവന്റെ കാൽപാദത്തിന്റെ താഴ്ഭാഗത്തിലൂടെ ആ ഹമീം എന്ന് പറയുന്ന വെള്ളം പുറത്തേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ തരം ശക്തമായ ചൂട് അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. ആർക്കത് അനുഭവിക്കേണ്ടി വരിക? റമദാനിൽ നിസ്കരിച്ച നമുക്ക് നിസ്കാരം അവസാനിക്കാൻ സമയത്തില്ല. ഇനിയും ജമാഅത്തുകൾ പള്ളികളിൽ ഉണ്ടാകും. പരിശുദ്ധമായ ഖുർആൻ ഇനിയുമുണ്ട്, രാത്രി നമസ്കാരം ഇനിയുമുണ്ട്, നിസ്കാരം ഇനിയുമുണ്ട്, പട്ടിണി പാപങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകും. ഒന്നിനും പരിശുദ്ധമായ റമദാൻ പോയി എന്ന് കരുതി ഒന്നിനും ഫുൾ സ്റ്റോപ്പ് ഇടരുത്. മറിച്ച് ഈ ആരാധനകൾ മുഴുവനും നമ്മുടെ മരണം വരെ നിലനിർത്തുവാൻ നമുക്ക് കഴിയണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പുറത്ത് കാണുന്ന ശക്തമായ ചൂട് എന്ന ഒരു തിരിച്ചറിവ്, ഒരു പാഠം നമുക്കുണ്ടാകണം. അങ്ങനെ ഈ ചൂടുകൾ കാണുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് മഴയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളായ ധിക്കാരികളാകുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിലെ ഭയാനകരമായ ചൂടിന്റെ ശക്തിയിൽ നിന്ന് അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ വസിയത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ഭയാനകരമായ എല്ലാ ചൂടുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത് നമ്മുടെ ആദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഏറ്റവും പവിത്രമായി കാണണം. ശിർക്കിന്റെ ഒരു അംശം പോലെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളായി മാറണം. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസത്തിന് ഒരു കോട്ടവും ഉണ്ടാകാൻ പാടില്ല. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ നിസ്കാരത്തിന്റെ കാര്യം. സുജൂദ് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഹറമല്ലാഹു അലന്ന, നരകം അല്ലാഹു ഹറാമാക്കും. സുജൂദ് കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ടവരെ വർദ്ധിപ്പിക്കുക. റമളാനിൽ നമുക്ക് ഫർദ് നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഇനി അതൊന്നും നിലനിർത്താൻ നമുക്ക് കഴിയണം. സുജൂദ് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രത്തോളം വർദ്ധിപ്പിച്ചാൽ നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നോമ്പ് 30 നോമ്പേ അവസാനിച്ചിട്ടുള്ളൂ, ഇനിയും നോമ്പുണ്ട്. ഇന്നലെ പെരുന്നാളായിരുന്നു, പെരുന്നാളായിരുന്നു. ഏതായിരുന്നാലും ഇന്നും നോമ്പാണ്. ഇന്നും നോമ്പാണ്. ഈ മാസം ചൊവ്വാല് മാസത്തിലെ ഏതെങ്കിലും 6 ദിവസം ഇനിയും സുന്നത്ത് നോമ്പുകളുണ്ട്, വ്യാഴാഴ്ച നോമ്പുകളുണ്ട്, തിങ്കളാഴ്ച നോമ്പുകളുണ്ട്, 13, 14, 15 അയ്യാമുൽ ബീദുകളുണ്ട്. നോമ്പ് വർദ്ധിപ്പിക്കുക. അത് നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് കാരണമായി തീരും. അങ്ങനെ അല്ലാഹുവിന്റെ ഭയാനകരമായ നരക ശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന എല്ലാ സ്വാലിഹുൽ അഅ്മാലുകളും കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. അങ്ങനെ പരിശുദ്ധ റമളാനിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും കഴിവിന്റെ പരമാവധി മരണം വരെ നിലനിർത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത എല്ലാ ചെറുതും വലുതുമായ കർമ്മങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിനെ ഞങ്ങൾക്ക് കണ്ടുപൂതി തീർന്നിട്ടില്ല. ആരാധനകൾ നിർവഹിച്ചിട്ടല്ല ഞങ്ങൾ ഇഷ്ടത്തോടുകൂടെ അല്ല യാത്രയാക്കിയത്. ഇനിയും ഒരുപാട് തവണ പരിശുദ്ധമായ റമളാനിനെ ആഫിയത്തോടെ റമളാനിനെ സ്വീകരിക്കുവാൻ, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നീ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിന്നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വറഹ്മനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.